വരമാല പ്രിസർവേഷൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ചേച്ചിനെ ചെയ്യേണ്ട വരമാല കൊടുക്കണമെന്ന് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. കാരണം ഈ വരമാല പ്രിസർവ് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നാളെ വേണമെങ്കിൽ അവരുടെ മക്കൾക്ക് വേണമെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. എല്ലാം ഒരു ഓർമ്മകളല്ലേ നമ്മൾ മനുഷ്യർക്ക്. കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച അടുപ്പിച്ച് ആകാറായപ്പോഴായിരുന്നു നമ്മൾ പ്രിസർവ് ചെയ്യുന്ന കാര്യം തന്നെ ഓർക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റാ ത്രൂ ഒരാളെ കണ്ടുപിടിച്ച് ആളുടെ അഡ്രസ്സും കിട്ടി DTDC വഴി നമ്മൾ അയച്ചു കൊടുക്കുമായിരുന്നു സംഭവം. ഈ വരമാല അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതായത് പൂ പ്ലാസ്റ്റിക്കായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരാൻ പാടില്ല. അതുപോലെ തന്നെ പേപ്പർ പൊതിഞ്ഞ് വേണം പൂ വെക്കാനായിട്ട്. അത് പേപ്പർ പൊതിയുമ്പോൾ ശ്രദ്ധിക്കുക, എയർ ടൈറ്റ് ആയിട്ട് വെക്കരുത്. എനിക്ക് പറ്റിയ അബദ്ധം അതായിരുന്നു. അതുകൊണ്ട് തന്നെ ഫംഗസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തത്. ഈ പ്രിസർവ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇത് ചെയ്യുന്ന ആൾ എനിക്ക് അയച്ചു തന്നാണ്. ആൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിലും ഒക്കെ ചോദിച്ചാൽ ഓൺ ദി സ്പോട്ട് നമുക്ക് റിപ്ലൈ തരും. പക്ഷേ ഇൻസ്റ്റയിലുള്ള എല്ലാ പേജുകാരും അങ്ങനെയല്ല. ഒട്ടും ഉത്തരവാദിത്തം ഇല്ലാത്ത കുറേ ടീംസ് ഉണ്ട്. ഇന്ന് മെസ്സേജ് അയച്ചാൽ 10-15 ദിവസം കഴിഞ്ഞ് നമുക്ക് റിപ്ലൈ തരും. എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അത് കല്യാണത്തോടു കൂടിയാണ് എനിക്ക് മനസ്സിലായത്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ, അവരുടെ കല്യാണമാലയാ അത്, വരമാല. ആ ചുറ്റിനും വെച്ചേക്കുന്ന പൂ മുത്തു വെക്കണ്ടോ? ഇതൊക്കെ കണ്ടിട്ട് അമ്മൂമ്മയും ബാക്കി വീട്ടിലുള്ളവരെല്ലാവരും ചോദിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പറ്റും. ഞാൻ ആളുടെ പേജും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിശ്വസിക്കാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഗൈസ് ആൻഡ് ബൈ.